ഹായ്, ഞാൻ ലിയ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് കമ്പനികളാണ്. ഈ കമ്പനികൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലെത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഓരോ ഇടിവിലും വാങ്ങിക്കാൻ പറ്റിയ കമ്പനികളാണ് നോക്കി വെക്കേണ്ടത്. അപ്പോൾ ആ കമ്പനികളുടെ പ്രത്യേകതയാണ് ആദ്യം ഞാൻ പറയുന്നത്. ഈ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുടെ ആദ്യത്തെ ഒരു ഗുണമാണ് ഞാനിപ്പോൾ നിലവിൽ പറയാൻ പോണത്. അപ്പോൾ ഭാവിയിലേക്ക് ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ പോണ കാലഘട്ടമാണ് ഇനി തന്നെ 5, 10, 15 കൊല്ലം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഈ വേഗത്തിൽ വളരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അതിനനുസരിച്ച് റിട്ടേൺ കിട്ടാൻ പറ്റിയൊരു മേഖല എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സ് മേഖലയിൽ വലിയൊരു റിട്ടേൺ കിട്ടാൻ പറ്റിയൊരു മേഖലയാണ്. എന്തുകൊണ്ടാണ് അത് വളർന്നു വലുതാവുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഒരു വളരെ വലിയ കയറ്റുമതിയൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു വലിയൊരു മേഖലയാണത്. അപ്പോൾ ഈ ഒരു മേഖലയ്ക്ക് ഒരുപാട് വളർന്നു വലുതാവാനുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് റിട്ടേണും തരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനികളുടെ ഫണ്ടമെൻ്റലും കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും പഠിച്ച് അതിൻ്റെ ആ ഓരോ കയറ്റിറക്കവും അതിൻ്റെ സപ്പോർട്ടുകളും അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് സെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു കമ്പനികൾ ഓരോ കറക്ഷനൊക്കെ വരുമ്പോൾ ഇതുപോലെ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് നല്ലൊരു ഇടിവൊക്കെ വരുമ്പോഴത്തേനും മാർക്കറ്റിലൊരു കറക്ഷനൊക്കെ വരുമ്പം ഇതുപോലെയുള്ള കമ്പനികൾ നമുക്ക് ഒന്നും നോക്കാണ്ട് നമുക്ക് മുന്നേ പഠിച്ചു വെക്കുകയാണെങ്കിൽ ആ സമയമാകുമ്പോൾ നമുക്ക് അങ്ങ് വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമ്മളതിനെ പരിഗണിച്ച് അതിന് വേണ്ട ഇതൊക്കെ സ്വരൂപിച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് വേറെ അന്വേഷിച്ച് പോകേണ്ട വരികയില്ല. നമുക്ക് ആ മുന്നേ പഠിച്ചു വെച്ചതിൻ്റെ ആത്മവിശ്വാസവും ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബൈയോ സെല്ലർ റെക്കമെൻഡേഷനോ ഒന്നുമല്ല, കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് ആദ്യത്തെ കമ്പനിയിലേക്ക് പോവാം. ആദ്യത്തെ കമ്പനി എന്ന് വെച്ചാൽ ഭാരത് ഇലക്ട്രോണിക്സുമായിട്ട് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഈ കമ്പനി എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത്? ഇത് ഡിഫൻസിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടി മെച്ചം ഇതിന് ലഭിക്കുന്നുണ്ട്. ഒരുപാട് വലിയ വളർച്ചാ സാധ്യതയുണ്ട്. ഒരുപാട് റിട്ടേൺ നൽകിയേക്കണ കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ റിട്ടേൺ നമുക്കൊന്ന് നോക്കിയാലോ. ഇന്നത്തെ ദിവസം നോക്കി ഒരു ഫ്ലാറ്റായിട്ടിരിക്കുന്നു. 5 ദിവസം നോക്കിയാലോ 1% മുകളിൽ റിട്ടേൺ നൽകിയേക്കണം. ഒരു മാസം നോക്കിയാൽ 14% മുകളിൽ റിട്ടേൺ നൽകിയേക്കണം. 6 മാസം നോക്കിയാൽ 50% മുകളിൽ റിട്ടേൺ നൽകിയേക്കണം. ഒരു കൊല്ലം നോക്കിയാൽ 86% റിട്ടേൺ. 5 വർഷം നോക്കിയാൽ 503% റിട്ടേൺ. മാക്സിമമോ 83,990%. അപ്പം ആദ്യകാലത്തൊക്കെ വാങ്ങിച്ചുള്ളവർ ഇപ്പോഴും ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 83,000% റിട്ടേൺ നല്ല സൂപ്പർ ഡൂപ്പർ റിട്ടേൺ അല്ലേ. ഇനിയും ഇതിന് ഒരുപാട് വളരാനും ഒരുപാട് റിട്ടേൺ നൽകാനും കെൽപ്പുള്ളതാണ്. കാരണം ഇന്ത്യയുടെ കയറ്റുമതികളൊക്കെ ഒരുപാട് കൂട്ടാനും വലിയൊരു വളർച്ച സാധ്യതയുള്ളൊരു മേഖലയും കൂടിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പരിഗണിക്കാവുന്ന ആദ്യത്തെ ഒരു സ്റ്റോക്ക് പെട്ടതാണ് ഈ ഒരു സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യണം, ഓരോ കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ നിലവിൽ ഓൾ ടൈം ഹൈഡ് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കാരണവശാൽ നമുക്കൊരു മാർക്കറ്റിലൊരു പാനിക് സെല്ലിങ്ങോ അല്ലെങ്കിൽ ഒരു കറക്ഷനൊക്കെ വരുവാണെങ്കിൽ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ പേരുടെ കയ്യിൽ ഇത് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ ലോങ് ടൈമിലേക്ക് അതിൻ്റെ സ്റ്റോപ്പ് ലോസും കമ്പനിയുടെ ഫണ്ടമെൻ്റൽ പഠിച്ച് മുന്നേറുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്നാ വെച്ചാൽ ലോങ് ടൈമിലേക്ക് ആ ഫുൾ ബെനിഫിറ്റ് ലഭിക്കുകയും ചെയ്യും. നമ്മളുടെ ആ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള പഠനം ആ കൂട്ടത്തിൽ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് ആ കമ്പനിയിലെ ഫുൾ ബെനിഫിറ്റ് നേടാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കമ്പനി എന്നാ വെച്ചാൽ ഡിക്സൺ ടെക്നോളജി. ഇതാദ്യം തന്നെ പറഞ്ഞോട്ടെ, എൻ്റെ കയ്യിൽ കുറേ കാലങ്ങളായിട്ട് ഇരിക്കുന്ന ഷെയറാണ്. എനിക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു കമ്പനിയാണ്.
അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന കമ്പനികളുടെയൊക്കെ ഫുൾ വീഡിയോ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുള്ള കേട്ടോ ഫണ്ടമെൻ്റലായിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ സമയത്ത് ഇത് ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലൊക്കെ എത്തി നിൽക്കുന്നു. അപ്പം നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പം നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഷെയറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഷെയറുകളാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ഡിക്സൺ ടെക്നോളജിയിലേക്ക് വരാം. ഡിക്സൺ ടെക്നോളജിയുടെ പ്രത്യേകത എന്നാ? മൊബൈൽ, കമ്പ്യൂട്ടർ, അങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ, TV, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പം ഭാവിയിൽ ഈ കയറ്റുമതിയൊക്കെ കൂടുതൽ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കമ്പനിയും വളർന്നു വലുതാവാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു മേഖലയും വളർന്നു വലുതാവാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ വില നോക്കിക്കഴിയുമ്പോൾ വലിയ വിലയില്ല, 6000-ന് മുകളിലാണ് വിലയുള്ളത്. ഞാനിപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ തന്നെ 3000-ന് താഴെയായിരുന്നു. ഏകദേശം 2700 രൂപയുടെ അടുത്തായിരുന്നു അന്ന് പ്രൈസ്. അവിടുന്ന് ഏകദേശം ഇരട്ടിയോളമായി അല്ലേ. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ്, ഇന്നത്തെ പെർഫോമൻസ് നോക്കി ഒരു ഫ്ലാറ്റായിട്ടേക്കുന്നു. 5 ദിവസത്തെ നോക്കി അതും ഫ്ലാറ്റായിട്ടേക്കുന്നു. 1 മാസം നോക്കി കഴിയുമ്പം അതും ഫ്ലാറ്റായിട്ടേക്കുന്നു. 6 മാസം നോക്കിയാൽ 49% റിട്ടേൺ, 1 കൊല്ലം നോക്കിയപ്പോൾ 70% റിട്ടേൺ, 5 വർഷത്തെ നോക്കിയാൽ 1440% റിട്ടേൺ, മാക്സിമം ചാർട്ട് പാറ്റേണിൽ 1094%, അറൗണ്ട് 1000-ന് മുകളിൽ റിട്ടേണാണ് നൽകിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനികളൊക്കെ ഇനി കയറ്റുമതിയും ഈ ഒരു മേഖലയിൽ ഒരുപാട് China +1 പോളിസിയുടെ ഗുണഭോക്താവ്, കയറ്റുമതി ഈ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കയറ്റുമതികൾ ഒരുപാട് കയറ്റുമതി പ്രതീക്ഷിക്കുന്ന ഒരു രംഗമാണ്. വളരെ വലിയ വളർച്ചയും വളരെ വലിയ എടുത്തിയാട്ടവും നടത്താൻ പറ്റിയൊരു മേഖലയാണ്. അപ്പോൾ ഇതും നമുക്ക് ലോങ് ടൈമിലേക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. ഞാനിപ്പോൾ നിലവിലൊരു 10-15 കൊല്ലത്തേക്ക് ഹോൾഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു സ്റ്റോക്കുകൾ പെട്ടതാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം. ഇതാണ് അവലോൺ ടെക്നോളജി എന്നുള്ളത്. അപ്പം ഇതും ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇതും എൻ്റെ കയ്യിലുള്ളൊരു ഷെയറാട്ടോ. അപ്പം ഈ ഒരു കമ്പനിയുടെ പ്രവർത്തനം നോക്കിയേ. അപ്പം ഇത്ര നേരം പറഞ്ഞ 2 കമ്പനികൾ 1000-ന് മുകളിൽ റിട്ടേൺ നൽകിയേക്കുന്ന കമ്പനികളാണ്. ഇവരൊക്കെ ജേർണി അങ്ങ് തുടങ്ങാൻ പോകണേ ഉള്ളൂ, അവലോൺ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ പെർഫോമൻസ് ഇന്നൊരു 3%-ന് മുകളിലാണ് റിട്ടേൺ നൽകിയേക്കുന്നത്. 5 ദിവസം നോക്കിയപ്പോൾ അത് 2%-ന് മുകളിലാണ് റിട്ടേൺ നൽകിയേക്കുന്നത്. 1 മാസം നോക്കി കഴിയുമ്പോഴോ 5%-ന് മുകളിൽ റിട്ടേൺ, 6 മാസം നോക്കിയാൽ 10%-ൻ്റെ നെഗറ്റീവ് റിട്ടേൺ, 1 കൊല്ലം നോക്കി കഴിയുമ്പോഴോ 38% റിട്ടേൺ, 5 കൊല്ലത്തെ നോക്കിയപ്പോൾ 38, മാക്സിമം ചാർട്ട് പാറ്റേണിൽ 38. ഇവനങ്ങ് ജേർണി അങ്ങ് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ വരുന്നൊരു 5 അല്ലെങ്കിൽ ഒരു 10-15 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് തന്നെ വലിയൊരു സംഖ്യയിൽ, ഇപ്പോൾ നമുക്ക് കാണാവുന്ന ബെല്ല് അല്ലെങ്കിൽ ഡിക്സൺ അതുപോലെ കാണാവുന്ന വലിയ റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കമ്പനികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരെണ്ണമാണ്. അപ്പോൾ ഈ ഒരു മേഖല വളർന്നു വലുതാകുമ്പോൾ നമുക്ക് കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഫണ്ടമെൻ്റലൊക്കെ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ കറക്ഷനിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന കമ്പനികളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അല്ലെങ്കിൽ തന്നെ വെച്ചാൽ ഇപ്പോഴത്തെ രീതിയിലായാൽ തന്നെ നമുക്കത് വലിയ ഒരു 38% റിട്ടേൺ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് ഒരുപാട് വളരാൻ കിടക്കുന്ന കമ്പനികളാണ്. കറണ്ട് ലെവലിലും പരിഗണിക്കാൻ പറ്റുന്ന കമ്പനിയാണ്. ഇതിൻ്റെയൊക്കെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ള കേട്ടോ. അടുത്ത കമ്പനി എന്ന് പറഞ്ഞാലോ സിർമ SGX. ഇതും എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇപ്പം ഇതും വളരെ വലിയ നേട്ടം കൈവരിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിയേ. 1 ദിവസത്തെ നോക്കിയുമ്പോൾ അതൊരു ഫ്ലാറ്റായിട്ടിരിക്കുന്നു. 5 ദിവസത്തെ നോക്കിയുമ്പോൾ 7% മൈനസ് റിട്ടേൺ, 1 മാസം നോക്കിയുമ്പോൾ 3% നഷ്ടം, 6 മാസം നോക്കിയുമ്പോൾ 37% റിട്ടേൺ, 1 കൊല്ലം നോക്കിക്കുമ്പോൾ 125% റിട്ടേൺ, 5 കൊല്ലം നോക്കിക്കുമ്പോഴോ 96%, മാക്സിമം ചാർട്ട് പാറ്റേൺ 96. അപ്പോൾ ഇവൻ്റെയൊക്കെ ജേർണി അങ്ങ് തുടങ്ങി വന്നേ ഉള്ളൂ. ഈ തുടങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്തൊരു അതിൻ്റെ ഫണ്ടമെൻ്റലൊക്കെ പഠിച്ച് നോക്കുകയാണെങ്കിൽ
ഇലക്ട്രോണിക്സ് ഒഴിവാക്കിയിട്ടുള്ളൊരു കാലം നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇനിയുള്ള കാലം അത് ചിന്തിക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ ആണെങ്കിൽ ഒരുപാട് പുതിയ പുതിയ ടെക്നോളജികൾ വന്ന് അതൊക്കെ തന്നെ ഇതുമായിട്ട് ഫുള്ളായിട്ട് ലയിച്ച് ചേർന്നേക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ ഒരു മേഖല നമുക്ക് വിട്ട് കളയാൻ പറ്റുകയില്ല. അപ്പോൾ നമുക്ക് എന്നാ ചെയ്യണം, ഓരോ ഇടിവിലും നമുക്ക് ഇതിൻ്റെയൊക്കെ ഫണ്ടമെൻ്റൽ, ഈ ഒരു 4 കമ്പനിയൊന്നും അല്ല കേട്ടോ, ഇനിയുണ്ട് കേട്ടോ കമ്പനികൾ. കെയ്ൻസ് ടെക്നോളജി അങ്ങനെ പറഞ്ഞ കുറേ കമ്പനികളുണ്ട്. പക്ഷേ ഞാനിപ്പം നിലവിൽ പരിചയപ്പെടുത്തിയേക്കണ ഈ 4 കമ്പനികളാണ്. അപ്പോൾ ഈ കമ്പനികളുടെയൊക്കെ വളർച്ചാ സാധ്യത എന്ന് പറഞ്ഞാൽ വലിയൊരു വളർച്ചാ സാധ്യതയാണ്. നമുക്കപ്പോൾ ഓരോ ഇടിവിലും പരിഗണിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ ഈ ഒരു കമ്പനികളെക്കുറിച്ച് എന്നാ വെച്ചാൽ ഫുള്ളായിട്ട് സ്വന്തമായിട്ട് പഠിക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു നേട്ടത്തിൽ ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് ഈ കമ്പനികളൊക്കെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്നാ ചെയ്യണം, സ്വന്തമായിട്ട് ഫണ്ടമെൻ്റലായിട്ടൊക്കെ പഠിക്കണം. അപ്പോൾ അത് പഠിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് സ്വന്തമായിട്ടൊരു ആത്മവിശ്വാസം വരും. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതൊരു ബയ്യോ സെല്ലോ റെക്കമെൻഡേഷനൊന്നുമല്ല, കമ്പനികളെ പരിചയപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.